ഹാപ്പി വിമൻസ് ഡേ. എല്ലാ സ്ത്രീകൾക്കും നല്ലൊരു വനിതാ ദിനം ആശംസിക്കുന്നു. നമുക്കറിയാം, എല്ലാ വർഷവും മാർച്ച് 8 എന്ന് പറയുന്നത് വിമൻസ് ഡേ ആണ്. 2026 വിമൻസ് ഡേയുടെ തീം എന്ന് പറയുന്നത് റൈറ്റ്സ്, ജസ്റ്റിസ്, ആക്ഷൻ ഫോർ ഓൾ വിമൻ ആൻഡ് ഗേൾസ്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഭൂരിഭാഗം സ്ത്രീകളും അവരവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവതികളാണ്. അപ്പം നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത്, നമ്മൾ നേടിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതുപോലെ നമുക്ക് നീതി ലഭിക്കുക എന്നതും നമ്മുടെ അവകാശമാണ്. രാജ്യത്ത്, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരായ കുറേ അക്രമങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട്. അതിനൊരു അറുതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ കുറവൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അതൊക്കെ നമ്മുടെ പെൺകുട്ടികളെ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ബോധവതികളാക്കുവാൻ സാധിക്കും. പണ്ടത്തെ കാലത്ത് ഒരു പെൺകുട്ടിയെ ജനിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ വളർത്തുക, അവർക്ക് ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം കൊടുക്കുക, അതിനുശേഷം അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്ന കുട്ടിയെ കല്യാണം കഴിച്ച ഒരാളെ ഏൽപ്പിക്കുക എന്നുള്ളതായിരുന്നു പണ്ടത്തെ ഒരു ഭൂരിഭാഗം പേരുടെ ഒരു സ്വപ്നം. എന്നാൽ അതിൽ നിന്നൊക്കെ മാറി ഇന്ന് പെൺകുട്ടികളെ പറക്കുവാൻ അനുവദിക്കുന്ന മാതാപിതാക്കളാണെന്ന് ഭൂരിഭാഗം പേരും. ഇന്നത്തെ തലമുറയ്ക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് ഒരു പെൺകുട്ടി അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് വിവാഹമല്ല എന്നുള്ളതാണ്. വിവാഹം ഒരുപക്ഷെ അത് അവരുടെ പേഴ്സണൽ ഡിസിഷൻസാണ്. കഴിവതും നമ്മുടെ പെൺകുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. കല്യാണത്തിനൊക്കെ നമ്മൾ പലപ്പോഴും പല മാതാപിതാക്കളും ചെയ്യുന്നത് സ്വർണം വാങ്ങിച്ചു വെക്കുക, അവർക്ക് വേണ്ടിയെല്ലാം കരുതുക. പക്ഷെ അതിലുപരിയായിട്ട് നമുക്കുള്ള ധനം വെച്ചിട്ട് അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. അതുപോലെ അവരെ സ്വന്തം കാലിൽ നിൽക്കുവാനായിട്ട് സഹായിക്കുക. എല്ലാ പെൺകുട്ടികൾക്കും എല്ലാ സ്ത്രീകൾക്കും ഒരു ജോലി അത്യാവശ്യമാണ്. കാരണം ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. നമുക്ക് നമ്മുടെ കയ്യിൽ നമ്മുടേതായ ആവശ്യങ്ങൾക്ക് ധനമില്ല എങ്കിൽ ഒരുപക്ഷെ നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിലൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴും നമ്മൾ ഒരു പുറന്തള്ളപ്പെട്ട ഒരവസ്ഥയിലായിപ്പോവും. അതുകൊണ്ട് എല്ലാവർക്കും കഴിവുകളുണ്ട്, എല്ലാ സ്ത്രീകൾക്കും കഴിവുകളുണ്ട്. കഴിവുകൾ ഉപയോഗിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്തെങ്കിലും ഒരു വരുമാനം നേടാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. എപ്പോഴും പറയാറുള്ളതുപോലെ എല്ലാ സ്ത്രീകളും കഴിവതും ഡ്രൈവിംഗ് പഠിക്കുക. കാരണം പലപ്പോഴും നമുക്ക് ഒരു സ്ഥലത്തോട്ട് പോകണേ പലപ്പോഴും നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവരെ ആശ്രയിച്ചാണ് പല സ്ത്രീകളും യാത്ര ചെയ്യാറുള്ളത്. അപ്പം ഡ്രൈവിംഗ് അത്യാവശ്യമാണ്, അത് പഠിച്ചിരിക്കുക. അതുപോലെ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുക. അതിന് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ പെൺകുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, അവരെ പറക്കാൻ അനുവദിക്കുക, അവർ ഈ ഭൂമിയിൽ എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി ജീവിക്കേണ്ടവരാണെന്നവരെ ബോധ്യപ്പെടുത്തുക, അവരെ സ്വതന്ത്രരായി ജീവിക്കാൻ അനുവദിക്കുക. കാരണം ഒരുപക്ഷെ മാതാപിതാക്കൾക്ക് ഒരു പരിധിവരെ മാത്രമേ അവരെ നമ്മുടെ ചെറുകളുടെ അടിയിൽ ഒതുക്കി നിർത്താൻ പറ്റത്തുള്ളൂ. അതിനുശേഷം അവർ സ്വതന്ത്രരാണ്. അപ്പോൾ അവർ ഭയമില്ലാതെ ഈ സമൂഹത്തിൽ ജീവിക്കാനായിട്ട് പഠിപ്പിക്കുക, അതിന് ധൈര്യം നൽകുക. കാരണം നമ്മുടെ സ്ത്രീകൾ, നമ്മുടെ പെൺകുട്ടികളെന്ന് പറയുന്നത് അവർ ബ്ലെസ്ഡാണ്, അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അതുപോലെ അവർ ബ്യൂട്ടിഫുള്ളാണ്. നമ്മുടെ എല്ലാ പെൺകുട്ടികളും സ്ത്രീകളും വളരെ മനോഹരികളാണ്. അതുപോലെ ബോൾഡാണ്. സ്ത്രീ എപ്പോഴും ബോൾഡാണ്. ഒരുപക്ഷെ ചില പ്രശ്നങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകുമ്പോഴത്തേനും, നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാകുമ്പോഴത്തേനും തീരുമാനങ്ങൾ പലപ്പോഴും എടുക്കുന്നത് സ്ത്രീകളാണ്. ഒരുപക്ഷെ അത് സമൂഹം അതിനെ അംഗീകരിക്കത്തില്ല എങ്കിലും നമ്മൾ ഓവറോൾ നോക്കുമ്പോഴത്തേനും എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുമ്പോൾ അത് ശരിയായിട്ടൊരു തീരുമാനമെടുക്കുന്നത് എപ്പോഴും സ്ത്രീകളായിരിക്കും. അപ്പോൾ അവർ ബോൾഡാണ്, എല്ലാ സ്ത്രീകളും ബോൾഡാണ്. അപ്പം
ഈ ഒരു വനിതാ ദിനത്തിൽ നമ്മുടെ കഴിവുകളെ നമ്മൾ വളർത്തിയെടുക്കുക, നമ്മുടെ സ്കില്ല് വിറ്റ് കാശാക്കുക. എല്ലാ സ്ത്രീകൾക്കും അവരുടേതായ സ്കില്ലുകളുണ്ട്, കഴിവുകളുണ്ട്. അപ്പോൾ വെറുതെ വീട്ടിൽ കുക്ക് ചെയ്ത് മാത്രം ഇരിക്കാതെ, വീട്ടുകാര്യങ്ങൾ മാത്രം നോക്കിയിരിക്കാതെ നമ്മുടേതായ കഴിവുകളെ വളർത്തുക, അത് വിറ്റ് കാശാക്കുക, നമ്മുടെ സ്കില്ല് വിറ്റ് കാശാക്കുക. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഒരു വരുമാനം നമ്മൾ ഉണ്ടാക്കുക, എന്തെങ്കിലും ഒരു തൊഴിൽ നമ്മൾ ചെയ്ത് വരുമാനം ഉണ്ടാക്കുക. അതുപോലെ നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ വളരെ ധൈര്യത്തോടുകൂടി വളരാനായിട്ട് അനുവദിക്കുക. അവർക്ക് അവയർനെസ് കൊടുക്കുക, എല്ലാത്തിനെക്കുറിച്ചും എങ്ങനെ സമൂഹത്തിൽ വളരണം, എങ്ങനെ സമൂഹത്തിലായിരിക്കണം എന്ന് അവരെ അവയർനെസ് കൊടുക്കുക. അപ്പോൾ ഈ വനിതാ ദിനത്തിൽ എല്ലാ സ്ത്രീകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ചിറക് വിടർത്തി തന്നെ പറക്കുക. ആർക്കും നിങ്ങളെ ചിറക് വെട്ടി തളർത്താനാവത്തില്ല. കാരണം നിങ്ങൾ ബോൾഡാണ്. യു ആർ എ ബോൾഡ്, യു ആർ ബ്യൂട്ടിഫുൾ ആൻഡ് യു ആർ ബ്ലെസ്ഡ്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ഒരിക്കലൂടെ ഹാപ്പി വിമൻസ് ഡേ.